നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയ്ക്കായുള്ള കസ്റ്റഡി അപേക്ഷ ഈ തിങ്കളാഴ്ച നൽകും. കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾ തുടങ്ങാനാണ് പോലീസിന്റെ തീരുമാനം. ചെന്താമരയെ ഇന്നലെ ആലത്തൂർ സബ് ജയിലിൽ നിന്ന് വിയൂർ ജയിലിലേക്ക് മാറ്റി. കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കളായ അഖിലയ്ക്കും അതുല്യയ്ക്കും ജോലി നൽകുമെന്ന് CPM അറിയിച്ചു. പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കിലായിരിക്കും ജോലി. അതിനിടെ കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് കൈത്താങ്ങായി CPM രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നു. ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബുവാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ആയിഷത്തുൽ ഷംന ചേർന്നു. ഷംന, തെളിവെടുപ്പ് നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യം, വലിയ തരത്തിലുള്ള ജനരോഷം, ആ ജനരോഷം പോലീസിനെതിരെ കൂടിയാണ്. അങ്ങനെ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചവർക്കെതിരെ കേസെടുക്കുന്ന രീതിയിലേക്കും കാര്യങ്ങൾ പോയിരുന്നു. പോലീസിന് നെന്മാറ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിൽ വീഴ്ച സംഭവിച്ചു എന്ന് ജനം വിശ്വസിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതെങ്ങനെ, എത്രത്തോളം സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടി തെളിവെടുപ്പ് നടത്താൻ കഴിയുമെന്നാണ് പോലീസ് വിചാരിക്കുന്നത്? കസ്റ്റഡി അപേക്ഷ എപ്പോഴൊക്കെയാണ് നൽകുക? അപർണ, തിങ്കളാഴ്ചയാണ് കസ്റ്റഡി അപേക്ഷ നൽകുന്നത്. ഒരു 3 ദിവസം വരെ ആയിരിക്കും കസ്റ്റഡി അപേക്ഷ നൽകുക. അതിനുശേഷമായിരിക്കും തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുക. വെറും ഒരു സാധാരണ തെളിവെടുപ്പിനപ്പുറത്തേക്ക് ഈ കുറ്റകൃത്യം പുനരാവിഷ്കരിക്കൽ അടക്കമുള്ള നടപടികളിലേക്കാണ് പോലീസ് നീങ്ങുന്നത്. കാരണം ഈ കൊലപാതകം നേരിട്ട് കണ്ട ദൃക്സാക്ഷികളില്ലാത്ത സാഹചര്യത്തിൽ കൂടുതൽ തെളിവ് ശേഖരിക്കുക എന്ന ലക്ഷ്യം കൂടിയാണ് ഇതിന് പിന്നിൽ. ഒപ്പം തന്നെ ഈ പ്രതിയുടെ സുരക്ഷ അത് ഉറപ്പാക്കേണ്ടതുണ്ട്. കാരണം ഈ പ്രതിയെ തിരച്ചിലിന്റെ സമയത്തും പിന്നീട് പിടികൂടി സ്റ്റേഷനിൽ എത്തിച്ച സമയത്തൊക്കെ നാട്ടുകാരുടെ ഒരു രോഷം അത് പ്രകടമായതാണ്. പോലീസ് സ്റ്റേഷനിലടക്കം പ്രതിഷേധമുണ്ടായിരുന്നു. പിന്നീട് ലാത്തി ചാർജിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങിയിരുന്നു. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ പ്രതിക്ക് നേരെ മാത്രമല്ല പോലീസിന് നേരെ കൂടി നാട്ടുകാരുടെ ഒരു രോഷമുണ്ട്. അതായത് ഈ പല ഘട്ടത്തിൽ ഈ പ്രതിക്ക് എതിരെ ഈ നാട്ടുകാർ പരാതി നൽകിയിരുന്നു. അതായത് ഈ പ്രതി വധഭീഷണി മുഴക്കുന്നുണ്ട്, പ്രദേശവാസികൾക്കടക്കം വധഭീഷണി മുഴക്കുന്നുണ്ടെന്ന് കാട്ടി പല തവണ പരാതി നൽകിയിട്ടും പോലീസ് ഒരു ഘട്ടത്തിൽ പോലും അത് ഗൗരവമായി എടുത്തിട്ടില്ല, അല്ലെങ്കിൽ കൃത്യമായി അതിലൊരു അന്വേഷണം നടത്തിയിട്ടില്ല, സുരക്ഷ ഉറപ്പാക്കിയിട്ടില്ല. അത് പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു വീഴ്ചയാണ്. അന്ന് ഒരു പോലീസ് ഒന്ന് ഗൗരവമായി ആ പരാതികൾ എടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഇരട്ട കൊലപാതകം സംഭവിക്കില്ലായിരുന്നു. പിന്നീട് അത് SHOന്റെ സസ്പെൻഷനിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങിയതാണ്. അപ്പോൾ നാട്ടുകാരുടെ ഒരു ആരോപണത്തിനപ്പുറത്തേക്ക് പോലീസിന് വീഴ്ച പറ്റിയെന്ന് പോലീസ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ SHOയുടെ സസ്പെൻഷനിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങി. ഈ ഒരു സാഹചര്യത്തിൽ പ്രതിയുടെ സുരക്ഷ അത് എത്ര കണ്ട് ഉറപ്പാക്കാൻ കഴിയുമെന്ന ആശങ്കയിലാണ് പോലീസ് ഉള്ളത്. ഇന്നലെ ഈ പ്രതിയെ ആലത്തൂർ ജയിലിൽ നിന്നും വിയൂർ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റിയിരുന്നു. അപ്പോഴും പോലീസ് വ്യക്തമാക്കിയത് സുരക്ഷ കണക്കിലെടുത്ത് മാറ്റുന്നു എന്നാണ്. ഈ സുരക്ഷ കണക്കിലെടുത്ത് പ്രതിയെ മാറ്റണമെന്ന് കോടതിയെ പോലീസ് അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ജയിൽ മാറ്റം ഉണ്ടായിരുന്നത്. എന്തായാലും ഈ പ്രതിയെ പ്രദേശത്തേക്ക് തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധം, രോഷപ്രകടനങ്ങൾ ഉണ്ടാകുമെന്നത് തീർച്ചയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ തുടർ നടപടികളിലേക്ക് കടക്കുമ്പോൾ അത് രഹസ്യമായി അല്ലെങ്കിൽ രഹസ്യ നീക്കത്തിലൂടെ ആയിരിക്കണമെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പോൾ നൽകുന്ന വിവരം. അതായത് നാട്ടുകാരുടെ രോഷം ഒന്ന് അടങ്ങിയതിന് ശേഷം അതിനുശേഷമായിരിക്കണം ഈ തെളിവെടുപ്പ് നടത്തേണ്ടത്. ഒപ്പം തന്നെ നേരത്തെ ഈ പ്രതിയെ പിടികൂടുന്ന സമയത്തൊക്കെ അപ്പോഴും പോലീസ് വളരെ ജാഗ്രതയോടുകൂടി, അതായത് തെരച്ചിൽ അവസാനിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീടാണ് പ്രതിയെ പിടികൂടുന്നത്. അതുപോലെ തന്നെ ഈ തെളിവെടുപ്പ് ഘട്ടത്തിലും അതുപോലെ രഹസ്യമായി കഴിയുന്നത്ര രഹസ്യമായി വെക്കാനാണ് പോലീസിന്റെ നീക്കം. പക്ഷെ അപ്പോഴും ഒരു ആശങ്കയുള്ളത്, ഈ പ്രദേശം നെന്മാറ പോത്തുണ്ടി ബോയൻ കോളനി എന്ന് പറയുന്ന പ്രദേശം തിങ്ങി നിറഞ്ഞ് വീടുകളുള്ള ഒരു മേഖലയാണ്. അവിടെ എത്ര കണ്ട് രഹസ്യമാക്കി വെച്ചാലും ഈ പ്രതിയെ തെളിവെടുപ്പിനായി അവിടെ മ്പോൾ പ്രദേശവാസികൾ അതറിയും. ആ ഘട്ടത്തിൽ ഈ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തായാലും തിങ്കളാഴ്ചയോടുകൂടി അപേക്ഷ നൽകി കസ്റ്റഡിയിലെടുത്ത് അതിനുശേഷം തെളിവെടുപ്പ് നടത്താനാണ് പോലീസിന്റെ നീക്കം. അതോടൊപ്പം തന്നെ ഈ കുട്ടികൾക്ക്, സുധാകരന്റെ മക്കൾക്ക് പിന്തുണയുമായി CPM രംഗത്തെത്തുന്നു. രാഷ്ട്രീയ തരത്തിൽ ചില രാഷ്ട്രീയ സ്വാധീനങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ള ഒരു ആരോപണമൊക്കെ ഈ ആദ്യ സമയത്തുണ്ടായിരുന്നതാണ്. അതുകൂടി ഒന്ന് തണുപ്പിക്കുക എന്നുകൂടിയാണോ പാർട്ടി ലക്ഷ്യമിടുന്നത്? ഏത് തരത്തിലാണ് പാർട്ടിയുടെ ഒരു കൈത്താങ്?
ഈ പ്രതി അയാൾ ഈ കൊലപാതകം നടത്തി ഒളിവിൽ പോയ ഘട്ടത്തിൽ ഈ നാട്ടുകാരടക്കം ആരോപിച്ചിരുന്നത് രാഷ്ട്രീയ സ്വാധീനമില്ലാതെ ഈ പ്രതിക്ക് ജാമ്യത്തിൽ ഇറങ്ങാൻ കഴിയില്ല, രാഷ്ട്രീയ ഇടപെടൽ നടന്നിട്ടുണ്ട് എന്നായിരുന്നു. MLA ബാബുവിനടക്കം വരെ നാട്ടുകാർ ആരോപണം ഉന്നയിച്ചിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ഘട്ടത്തിൽ പോലും CPM-നോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനോ ഈ ജാമ്യവുമായി അല്ലെങ്കിൽ ഈ പ്രതിയുമായി ഒരു ബന്ധവുമില്ല, എന്തെങ്കിലും തെളിഞ്ഞു കഴിഞ്ഞാൽ രാജിവെക്കുമെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ MLA സൂചിപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് അവരുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് MLA അടക്കം അന്ന് സൂചിപ്പിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടറി കുട്ടികളെ നേരിട്ട് കണ്ട് ജോലി ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഈ 2 മക്കളാണ് സുധാകരനുള്ളത്. മൂത്ത മകൾ നഴ്സാണ്. രണ്ടാമത്തെ മകൾക്ക് പാർട്ടിയുടെ തന്നെ നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനത്തിൽ ജോലി ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല ഇന്ന് കുട്ടികളെ സന്ദർശിച്ചിരുന്നു. ഈ മൂത്ത മകൾക്ക് നഴ്സായ മൂത്ത മകൾക്ക് ജില്ലാ ആശുപത്രിയിലേക്ക് ജോലി അത് ആരോഗ്യമന്ത്രിയുമായി വീണ ജോർജുമായി സംസാരിച്ചിട്ടുണ്ട്. അക്കാര്യം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റം വേണം അല്ലെങ്കിൽ ജില്ലാ ആശുപത്രിയിൽ ജോലി വേണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ CPM-ഉം കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ കുട്ടികൾക്ക് നിയമ പോരാട്ടത്തിനാണെങ്കിലും മറ്റെന്ത് സാമ്പത്തിക ആവശ്യത്തിനാണെങ്കിലും എന്ത് ആവശ്യങ്ങൾക്കും എല്ലാവരും ഒറ്റക്കെട്ടായി ഒപ്പമുണ്ട്, ഉറപ്പ് നൽകുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ഈ ജോലി 2 മക്കളുടെ കാര്യത്തിലും ഇപ്പോൾ ജോലി ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിനുശേഷം മറ്റ് നിയമ നടപടികൾക്ക് ഉൾപ്പെടെ അങ്ങനെ തന്നെയാണ്. പാർട്ടി CPM ഒപ്പമുണ്ട്. ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയും അക്കാര്യം തന്നെയാണ് വ്യക്തമാക്കിയത്. ഗാന്ധി അദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്നും 50,000 രൂപയും ഈ കുട്ടികൾക്ക് നൽകുമെന്ന് രമേശ് ചെന്നിത്തലയും അറിയിച്ചിട്ടുണ്ട്. ഷംന വിവരങ്ങൾ നൽകിയത്. പാലക്കാട് ശേഖരിപുരത്ത് കാനയിൽ മൃതദേഹം കണ്ടെത്തി. കറുകോടി സ്വദേശി രാജേഷിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ലോട്ടറി വിൽപ്പനക്കാരനാണ് രാജേഷ്. ഷംന തന്നെ വിവരങ്ങളുമായി ചേരുന്നു. ഷംന, എന്ത് വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് ഇതുമായി ബന്ധപ്പെട്ട്? പാലക്കാട് ശേഖരിപുരത്ത് ഓടയിൽ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. ലോട്ടറി വിൽപ്പനക്കാരനായ രാജേഷിന്റെ, കറുകോടി സ്വദേശി രാജേഷിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഷംന, എന്താണ് പുറത്തു വരുന്ന വിവരങ്ങൾ? ഷംന, കേൾക്കാമോ? ഷംന, ഓടയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു ലോട്ടറി വിൽപ്പനക്കാരനെ. പുറത്തു വരുന്ന വിവരങ്ങൾ എന്താണ്? അപർണ, ഇന്ന് രാവിലെയാണ് ഈ ഓടയിൽ മൃതദേഹം കണ്ടെത്തിയത്. സമീപത്ത് തന്നെ ലോട്ടറി വിൽപ്പന നടത്തുന്നയാളുടെയാണ് മൃതദേഹം. എന്തായാലും പ്രാഥമിക ഘട്ടത്തിൽ അന്വേഷണത്തിൽ ഈ ഓടയിൽ തലയിടിച്ച് വീണതാവാം എന്നുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ഇത് സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരൂ. എന്തായാലും മരണത്തിൽ അസ്വാഭാവികതയില്ല. തലയിടിച്ചോ മറ്റോ ഈ ഓടയിൽ വീണതാകാം എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. തലയിടിച്ചു വീണതാകാമെന്നുള്ളൊരു നിഗമനമാണ് ഇപ്പോൾ പോലീസിനുള്ളത്. ഷംന വിവരങ്ങൾ നൽകി. എറണാകുളം ചോറ്റാനിക്കരയിൽ ആൺ സുഹൃത്തിൽ നിന്ന് അതിക്രൂരമായി പീഡനമേറ്റ പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമായി ഇപ്പോഴും തുടരുകയാണ്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് പെൺകുട്ടി. പ്രതി അനൂപിനെ കഴിഞ്ഞ ദിവസം കോടതി റിമാൻഡ് ചെയ്തിരുന്നു. കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നതിലും അന്വേഷണം നടക്കുന്നുണ്ട്. പ്രതി ചുറ്റിക കൊണ്ടും കൈകൊണ്ടും ആക്രമിച്ചെന്നും മരിച്ചെന്ന് കരുതി രക്ഷപ്പെട്ടെന്നുമാണ് പ്രതിയുടെ മൊഴി.